ഫോൺ കോൾ വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാലോട് രവി രാജിവെച്ചു. രാജി KPCC നേതൃത്വം അംഗീകരിച്ചു. LDF ഭരണം തുടരുമെന്ന് പറയുന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണം കോൺഗ്രസിൽ വൻ വിവാദമായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലായിരുന്നു പാലോട് രവിയുടെ വാക്കുകൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും പാലോട് രവി പറഞ്ഞിരുന്നു. സംഭാഷണം സംഘടനാ തലത്തിൽ വിവാദമായതോടെയാണ് രാജി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഒരർത്ഥത്തിൽ KPCC നേതൃത്വം വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. പാലോട് രവിയുടെ രാജി ആവശ്യപ്പെട്ടു. പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. ഇതല്ലേ സാഹചര്യം? നീലിമ, ഏറ്റവും കടുത്ത നടപടികളിലേക്ക് KPCC നേതൃത്വം പോകുമെന്ന ഒരു വിലയിരുത്തൽ, അതോടൊപ്പം തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട പാലോട് രവിയിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു KPCC അധ്യക്ഷൻ. അതിന് പിന്നാലെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാലോട് രവി രാജിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ജലീലിനെയും ബ്ലോക്ക് അംഗത്തിലുള്ള ജലീലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ തന്നെ ഏതാണ്ട് ഉച്ചയോടുകൂടി പുറത്തു വന്നൊരു ഫോൺ കോൾ വിവാദമായിരുന്നു. ലോക്കൽ നേതാവുമായിട്ട്, പ്രാദേശിക നേതാവുമായിട്ട് DCC അധ്യക്ഷനായിട്ടുള്ള പാലോട് രവി സംസാരിക്കുന്ന ഫോൺ സന്ദേശം അല്ലെങ്കിൽ ഫോണിന്റെ റെക്കോർഡിംഗ്സ് ആണ് പുറത്തു വന്നത്. അതില് CPM അല്ലെങ്കിൽ LDF 3.0 എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ LDF മൂന്നാം തവണയും അധികാരത്തിൽ വരും. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ 60 ഇടങ്ങളിൽ BJP മുന്തിയ ഒരു പ്രകടനം കാഴ്ചവെക്കും. അവിടെ ആ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ UDF പിന്നിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള വിലയിരുത്തൽ പോലെയായിരുന്നു ആ ഫോൺ സംഭാഷണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതൊരു വ്യക്തമായ രീതിയിൽ ഒരു വിലയിരുത്തൽ എന്ന രീതിയിലുള്ള ഫോൺ സംഭാഷണമായിരുന്നു. അതിന്റെ വിവരങ്ങളായിരുന്നു പുറത്തായത്. ഇതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ വിശദീകരണം തേടിയിരുന്നു. വിശദീകരണം നൽകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും രാജിസന്നദ്ധ അറിയിക്കുകയായിരുന്നു. രാജിസന്നദ്ധ അറിയിക്കുകയും രാജിവെക്കുകയും ചെയ്തു. രാജി അംഗീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം DCC ഇല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വരുന്ന സമയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. നിലവിൽ ഇപ്പോൾ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നുമാണ് രാജിവെച്ചിട്ടുള്ളത്. പക്ഷേ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ UDF പ്രാഥമിക അംഗത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു വിവാദം, അല്ലെങ്കിൽ കോൺഗ്രസിനെ അടിസ്ഥാന തലങ്ങളിൽ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഒരുപക്ഷെ പാലോട് രവിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ അധികാരത്തിൽ വരാൻ കോൺഗ്രസിന് ഒരു സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ, അത് പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അത് ഈ സംഘടനയെ അല്ലെങ്കിൽ UDF വലിയ രീതിയിൽ കാര്യമായി തന്നെ ബാധിക്കും. അത് തന്നെയാണ് കർശനമായിട്ടുള്ള അച്ചടക്ക നടപടികളിലേക്ക് പോകാനും ഒരു സാധ്യത മുന്നിൽ കണ്ട് ഇത്തരത്തിൽ രാജിയിലേക്ക് കടന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിൽ നേതൃത്വത്തെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. CPM വീണ്ടും അധികാരത്തിൽ വരും. അതോടൊപ്പം തന്നെ BJPക്ക് 60 ഇടങ്ങളിൽ മേൽക്കോയ്മ കൊയ്യാൻ സാധിക്കും. അവിടെയൊക്കെ UDF മൂന്നാം സ്ഥാനത്തേക്ക് വരും. അത് നമുക്ക് കണ്ടിരുന്നത് തന്നെ കാണാം. കാരണം സംഘടനാ തലത്തിൽ പ്രവർത്തനങ്ങൾ മോശമാണ്, അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ മോശമാണ് തുടങ്ങിയ രീതിയിലുള്ള വിലയിരുത്തലുകളായിരുന്നു ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അദ്ദേഹം ഒരു തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടില്ല. അപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ ആ വിശദീകരണം ലഭിക്കുമെന്ന് കരുതുന്നു.